രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കില്ല. പകരം രാഹുലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യും. പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കും. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. വിവരങ്ങളുമായി PR പ്രവീണയാണ് ചേരുന്നത്. PR പ്രവീണ, ഇന്ന് മുഴുവൻ നേതാക്കളും രാഹുലിനെതിരെ രംഗത്തെത്തിയിരുന്നു. വനിതാ നേതാക്കൾ അടക്കം രാഹുൽ രാജിവെക്കണമെന്ന ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു. പിന്നെ ഇപ്പോഴെങ്ങനെയാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്? രാഹുൽ രാജി വയ്ക്കില്ല എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും വലിയ വാർത്ത. രാഹുലിനോട് രാജി ആവശ്യപ്പെടുകയുമില്ല, പകരം പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യും. പാർലമെന്ററി പാർട്ടിയിൽ നിന്നും ഒഴിവാക്കും. നിയമസഭാ ബിസിനസ് കാര്യങ്ങളിലൊന്നും തന്നെ രാഹുലിന് പാർട്ടിയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കാൻ പറ്റില്ല. സ്വതന്ത്ര MLA എന്നുള്ള നിലയ്ക്ക് ഇനിയുള്ള കാലം പോകേണ്ടി വരും. അത് കഴിഞ്ഞാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകാതിരിക്കാനും തീരുമാനമായിട്ടുണ്ട്. ഇതിലേക്ക് എത്തിയത് നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ്. കാരണം ഇനി 8 മാസമുണ്ട്. 1 വർഷത്തിൽ താഴെയാണ് കാലാവധി എങ്കിൽ തെരഞ്ഞെടുപ്പ് നടത്തില്ല എന്നുള്ളതാണ് മാനദണ്ഡമെങ്കിലും 6 മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് പ്രമുഖരായ ആളുകൾ നിയമോപദേശം നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ നടപടി. തെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ ഉപതെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കാനില്ല. ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ BJPക്ക് സാധ്യതയേറും. BJPയുടെ ഒരു അംഗം MLA ആയി വരാനുള്ള സാധ്യത കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് രാജിവയ്ക്കേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. അതേസമയം കടുത്ത നടപടി എന്നുള്ള നിലയ്ക്ക്, മുഖം രക്ഷിക്കാനുള്ള നടപടി എന്നുള്ള നിലയ്ക്ക് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്താൽ രാഹുലിന് പാർട്ടിയുടെ ഭാഗമായി നിന്നുകൊണ്ട് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാനാകില്ല. നിയമസഭയിലെ മറ്റ് ബിസിനസ്സുകളിൽ ചർച്ചകളിൽ ഒന്നും തന്നെ പങ്കെടുക്കാനാകില്ല. പ്രത്യേക ബ്ലോക്കായി, അതായത് പ്രത്യേക സീറ്റിനായി രാഹുൽ തന്നെ ഇടപെടൽ നടത്തേണ്ടി വരും. നമ്മൾ ഇന്ന് രാവിലെ റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങൾ പോലെയാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. രാഹുലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ട് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ടുള്ള നടപടിയിലേക്കാണ് കോൺഗ്രസ് നേതൃത്വം കടക്കുന്നത്. ഇന്നലെ രാത്രിയിൽ മുതൽ കോൺഗ്രസ് നേതൃത്വം കൂടിയാലോചന നടത്തുകയായിരുന്നു. മുതിർന്ന നേതാക്കളെല്ലാം തന്നെ രാജി എന്നുള്ള ആവശ്യത്തിൽ വിട്ടുവീഴ്ച ഇല്ലാതെ നിൽക്കുകയായിരുന്നു. പക്ഷേ മുതിർന്ന ആളുകളിൽ നിന്നടക്കം നമ്മൾ മനസ്സിലാക്കുന്നത് മുൻ ലോക്സഭാ സെക്രട്ടറി ആയിരുന്ന ആളുകളിൽ നിന്ന് അടക്കമുള്ള നിയമോപദേശം തേടിയിരുന്നു. ഇവരെല്ലാവരും കൊടുത്ത നിയമോപദേശം രാജിവയ്പ്പിക്കുന്നതാണ് നല്ലത്. പക്ഷെ 1 വർഷത്തിൽ താഴെയാണെങ്കിൽ ഈ ഉപതെരഞ്ഞെടുപ്പിനുള്ള സാധ്യതയില്ല. പക്ഷേ വേണമെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് 6 മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്താം. കേരളത്തിൽ ഇപ്പോൾ 2 മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പിന് അങ്ങനെയാണെങ്കിൽ സാധ്യതയുണ്ട്, പീരുമേടും പാലക്കാടും. അപ്പോൾ സ്വാഭാവികമായും പാലക്കാട് 2ാം സ്ഥാനത്തുള്ളത് BJP ആണ്. അവരവിടെ ശക്തവുമാണ്. CPM-നും ആ പറയുന്ന പോലെ ആ മണ്ഡലത്തിൽ അത്ര വലിയ പിടി ഉണ്ടാക്കാൻ കഴിയുകയുമില്ല. ഈ സാഹചര്യത്തിൽ BJPയുടെ ഒരു പ്രതിനിധിക്ക് ഈ രാജിവച്ചുകൊണ്ടുള്ള ഒഴിവിലേക്ക് MLA ആയി വരാൻ കഴിഞ്ഞാൽ അത് പാർട്ടിക്കും അതുപോലെ തന്നെ മുന്നണിക്കും വെക്കുന്ന കടുത്ത ആഘാതമായിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ കൂടിയാണ് ഇത്തരമൊരു നടപടികളിലേക്ക് പോയത്. പാർട്ടി എന്ത് നടപടി സ്വീകരിച്ചു എന്ന് ചോദിച്ചാൽ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു രാഹുലിനെ എന്ന് പറയുകയും ചെയ്യാം. അപ്പോൾ സ്വാഭാവികമായും പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതിന്റെ ആളിനെ കുറിച്ച് പിന്നീട് വരുന്ന ആരോപണങ്ങളിൽ പാർട്ടിക്ക് ഉത്തരവാദിത്വമില്ല എന്നുള്ള നിലയിൽ കാര്യങ്ങൾ പറയുകയും ചെയ്യാം. അതുകൊണ്ടുകൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പാർട്ടി നിയമോപദേശം തേടിയ ശേഷമാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്താൽ പിന്നീട് രാഹുലിന് മേൽ ഉയരുന്ന ഒരു ആരോപണങ്ങൾക്കും പാർട്ടി നേതൃത്വം മറുപടി പറയേണ്ടി വരില്ല. പിന്നീട് അതിൽ മറുപടി പറയേണ്ടതും അതിൽ നിയമപരമായി നീങ്ങേണ്ടതിന്റെ ഒക്കെ ബാധ്യത രാഹുലിന് മാത്രമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത്തരത്തിലേക്ക് നീങ്ങാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇനി പാർട്ടി സ്ഥാനങ്ങളിലൊന്നും രാഹുൽ ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദം ഒഴിഞ്ഞ രാഹുൽ സ്വാഭാവികമായും KPCCയുടെ സ്ഥാനങ്ങളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. ഇനി പാർട്ടിയിൽ നിന്ന്, പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഉൾപ്പെടെ സസ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പിന്നെ പാർട്ടിക്ക് യാതൊരു വിധത്തിലുമുള്ള അയാളെ ചുമക്കേണ്ടതോ അയാൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ പറയാനോ ഉള്ള ഒരു ബാധ്യതയും പാർട്ടിക്ക് ഉണ്ടാകില്ല. ഇത് പറഞ്ഞാണ് ഇനി പ്രതിരോധിക്കാൻ കോൺഗ്രസും UDF-ഉം ഒരുങ്ങുന്നത്. ഇനി സഭയിൽ തന്നെ രാഹുലിനെതിരെ ആരോപണം ഉയർന്നാൽ ഞങ്ങൾക്ക് അയാളുമായി ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞൊഴിയാൻ തക്ക വിധത്തിലുള്ള നിലപാടിലേക്ക് നടപടിയിലേക്കുമാണ് കോൺഗ്രസ് പാർട്ടി നീങ്ങുന്നത്. എന്തായാലും രാഹുലിന്റെ രാജി എന്തായാലും ഉണ്ടാവില്ല. അല്ലെങ്കിൽ രാഹുൽ സ്വയം രാജിവെക്കണം. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് രാഹുൽ രാജിക്ക് തയ്യാറുമല്ലായിരുന്നു. ഈ സാഹചര്യത്തിൽ എന്തായാലും രാഹുലിന് പറഞ്ഞു നിൽക്കാൻ തന്റെ MLA സ്ഥാനം ഉണ്ട് എന്ന്, പക്ഷെ പാർട്ടി ഏതെന്ന് ചോദിച്ചാൽ ഇനി സ്വതന്ത്രൻ എന്ന് പറയേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് പാർട്ടി കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു. ഒരു ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കാനാണ്, ജനങ്ങൾക്ക് മേൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടുകൂടിയാണ് പാർട്ടി തീരുമാനം എടുക്കുന്നത് എങ്കിലും നമ്മൾ
മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ തന്ത്രം എന്ന് പറയുന്നത് ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ അവിടെ BJPക്ക് ജയിക്കാനുള്ള കളം ഒരുങ്ങും. ആ കളം ഒരുക്കേണ്ടതില്ല എന്നുള്ളതാണ് തീരുമാനം. ഇതിന് CPM-നും വലിയ എതിർപ്പില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം പാർട്ടി നടപടി എടുത്തുകൊണ്ട് ഒരാൾക്കെതിരെയുള്ള പ്രശ്നം വന്നു കഴിഞ്ഞാൽ സഭയിലൊക്കെ പ്രതിരോധിക്കാമെങ്കിൽ, സഭയിൽ ഇതൊക്കെ പറയാമെങ്കിലും പിന്നീട് പാർട്ടിക്ക് ഉത്തരവാദിത്വമില്ല എന്നുള്ളൊരു മറുപടിയിൽ അത് തീരാവുന്നതാണ്. എന്തായാലും രാഹുലിന്റെ MLA സ്ഥാനം തൽക്കാലം തെറിക്കില്ല. പക്ഷേ പാർട്ടിയിൽ ഒന്നുമല്ലാത്ത ഒരാളായി മാറിയിരിക്കുന്നു. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. ഒരു MLA-യെ പുറത്താക്കിയ ഒരു പാർട്ടി, അതായത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ ആ സ്ഥാനത്ത് നിന്നും തെറിപ്പിച്ചു. അതിനുശേഷം MLA സ്ഥാനം രാജിവെപ്പിച്ചാൽ പാർട്ടിക്കുണ്ടാകുന്ന കേടുപാടുകൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടിയിലേക്ക് കോൺഗ്രസ് നേതൃത്വം നീങ്ങുന്നത്. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തരമൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിയത് നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ലോക്സഭാ സെക്രട്ടറി ആയിരുന്ന മുതിർന്ന ആളുകളിൽ നിന്നടക്കം നിയമോപദേശം തേടിക്കൊണ്ടാണ് ഈ തീരുമാനത്തിലേക്ക് എത്തിയത്. കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ, അത് രമേശ് ചെന്നിത്തല, VM സുധീരൻ, മുൻ അധ്യക്ഷന്മാർ, അതുപോലെ തന്നെ CWC അംഗങ്ങൾ, അതുപോലെ തന്നെ KPCC-യിലെ മുതിർന്ന നേതാക്കൾ എല്ലാവരുമായും കൂടിക്കാഴ്ച നടത്തിയപ്പോഴും തുടരുക. എന്തായാലും